അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചിക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അമ്മച്ചിയെ പറ്റിയിട്ട് കുറച്ച് 2-3 വാക്കുകൾ പറയണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മ എന്നുള്ള വാക്കിനെ 2-3 വാക്കുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. എന്നാലും എന്തോ പറയണമെന്ന് തോന്നുന്നു. ഞങ്ങൾ 3 പെൺമക്കളെയും ചിറകിൻ കൂടിൽ തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ഒതുക്കും പോലെ ഞങ്ങളുടെ അമ്മയുടെ ചിറകിനുള്ളിൽ ഒതുക്കി വളർത്തി. സമയമായപ്പോൾ ഞങ്ങളെ പറത്തി വിടാൻ ശ്രമിച്ചു. അമ്മയുടെ ചൂട് വിട്ട് പറന്നകന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയുടെ ആ ചൂട് എത്രത്തോളം സുഖമുള്ളതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മച്ചൂടിന് പകരം വെക്കാൻ വേറൊന്നുമില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെയും അമ്മ എന്ന ഫീലിങ്സിനെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുമ്പോഴുമാണ് ഞങ്ങളുടെ അമ്മ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഒരു കുട്ടിയെ കൊണ്ടും 2 കുട്ടിയെയും കൊണ്ട് ഇവിടെ കിടന്ന് നട്ടം തിരിയുമ്പോൾ 3 ഇത്തിരി പോകുന്ന പെൺകുട്ടികളെയും കൊണ്ട് ഞങ്ങളുടെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അമ്മച്ചി? എന്നാലും ഓർക്കാൻ രസമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. 3 പേരും കൂടി ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ അമ്മ വടിയെടുത്തൊരു വരവുണ്ട്. എന്നാലുണ്ടോ ഞങ്ങളുടെ വഴക്ക് മാറുന്നു. ഞങ്ങൾ 3 പേരും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും അടി ബഹളം, ഉണ്ണാതെ ഉറങ്ങാതെയുള്ള കിടത്ത, വൈകിയുള്ള വരവ്. സ്കൂളിൽ നിന്ന് ഒന്ന് വൈകി വരുമ്പോഴേ അമ്മയ്ക്ക് ടെൻഷനാണ്. അയ്യോ എവിടെയാ, എൻ്റെ മക്കൾക്ക് എന്ത് പറ്റിയെന്നുള്ളത്. ഞങ്ങൾ ചിലപ്പോൾ വല്ല മാങ്ങയിൽ കല്ലുകൊണ്ട് എറിഞ്ഞോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും താളം ചവിട്ടി നിന്നോ കളിച്ചും ചിരിച്ചൊക്കെ വീട്ടിലെത്തുമ്പോൾ ഒരു സമയമാവും. അമ്മയുടെ ആദ്യം അപ്പോഴുണ്ടോ അറിയുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് കളിയല്ലേ പ്രധാനം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടും അടിയായി. അപ്പോൾ അമ്മ ശാസിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അമ്മയോട് ഞങ്ങൾ 3 പെൺകുട്ടികളും കയർത്ത് പറയാൻ തുടങ്ങും. അപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് എന്തോ ശരിയുള്ള മട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോഴമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങളും അമ്മമാരാവും അപ്പം മനസ്സിലാക്കിക്കൊള്ളുന്നു. അതേ അമ്മ, ഇപ്പോൾ ഞങ്ങൾ അമ്മമാരായി. ഞങ്ങളുടെ കുട്ടികൾ വഴക്കിടുമ്പോൾ, ഞങ്ങളുടെ കുട്ടികൾ ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരിക്കുമ്പോൾ, ഒന്ന് നേരം വൈകി സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ അന്ന് അനുഭവിച്ച അതേ വേദന ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഭവങ്ങളിലൂടെ അല്ലാതെ ഒരിക്കലും അമ്മ എന്ന വാക്കിനെ നിർവചിക്കാൻ കഴിയില്ല. എത്ര വർണ്ണിച്ചാലും അത് അനുഭവിച്ച് തന്നെ അറിയണം. ആ സുഖം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം അമ്മ, ഞങ്ങളുടെ ഉഷാമ്മച്ചിയെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അന്നും ഇന്നും എന്നും ഞങ്ങളുടെ അമ്മച്ചിക്ക് ആയുസ്സും ആരോഗ്യത്തോടിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആ അമ്മച്ചൂടിലേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിശയമാണ്. കാരണം എൻ്റെ കൂടെ കഴിയുന്ന ജീവിതത്തിൻ്റെ പാതിക്ക് എൻ്റെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ വയ്യായിക അറിയുന്നതിന് മുന്നേ എൻ്റെ ജീവൻ്റെ പാതിയായ അമ്മയ്ക്ക് എത്ര ദൂരെയായിരുന്നാലും എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഒരു വയ്യായിക വന്നാൽ അറിയാൻ പറ്റും. അതിൽ കൂടുതൽ വലുതായിട്ട് ഒരമ്മ ബന്ധത്തെയും നിർവചിക്കാൻ കഴിയില്ല. അതെന്താ, ദൈവത്തിൻ്റെ മാജിക്കാണ് അല്ലേ അമ്മച്ചി? അതെ, ഞങ്ങളുടെ ദൈവം തന്നെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക്. ഒപ്പം ഇന്ന് എൻ്റെ അമ്മച്ചിയുടെ പിറന്നാളാണ്. ഞങ്ങൾ 3 പെൺമക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും അമ്മച്ചിയുടെ കെട്ടിയവൻ്റെയും വകയായിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലവ് യു.